മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ എത്ര മുട്ട വേണം? 4. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കിയാലോ. ബാ. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നെന്താ ഉണ്ടാക്കുന്നതാണ്? ഇന്ന് കൊറിയൻ സ്റ്റൈലിൽ അടിപൊളി ഒരു ഫ്ലഫി ഓംലെറ്റ് ഉണ്ടാക്കിയാലോ. മുട്ട കൊണ്ട് ഒരു അടിപൊളി ഒരു ഫ്ലഫി ഓംലെറ്റ്. അപ്പോൾ ആ റെസിപ്പി എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുക. എന്നാലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലഫി ഓംലെറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ എത്ര മുട്ട വേണം? 4. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ. ബാ. അപ്പൊ നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ ഈ മുട്ട നമ്മൾ ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക, നമ്മൾ ഈ വെള്ളം മാത്രമായിട്ട് ഇതിനകത്തേക്ക് വീഴുക കേട്ടോ. അപ്പൊ ഈ വെള്ളം മാത്രമായിട്ട് എടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് ഇതാ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ മുട്ട ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ വെള്ളമല്ല ഇതിലേക്ക് അങ്ങ് വീണോളൂ. അപ്പൊ നമ്മുടെ വെള്ളം മാത്രമായിട്ട് നമുക്ക് മഞ്ഞ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ബാക്കിയുള്ള 3-4 മുട്ടകളും കൂടി നമുക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് ഈ മുട്ടയുടെ വെള്ളം അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പതച്ച് പറഞ്ഞ സാധനം ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഇത് ബീറ്റർ ഇല്ലാത്തവരുണ്ടെങ്കിലും വിഷമിക്കേണ്ട, ഇതിനകത്ത് നമ്മൾ മിക്സിക്കകത്തിട്ടാണെങ്കിലും നമുക്ക് അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതേപോലെ നമ്മുടെ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം. ബാ. അപ്പൊ നമ്മുടെ ഈ മഞ്ഞ നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം ഒരല്പം ഉപ്പ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ ഇതിന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയായിട്ട് നോക്കാം. ഗ്യാസ് ഒന്ന് കത്തിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പാത്രം ഇതിലേക്ക് വെച്ചു കൊടുക്കുക. പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരല്പം എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ എണ്ണ ഒന്ന് ചൂടായി നല്ലതുപോലെ വരണം. എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഡെക്കറേഷൻ ആയിട്ട് ഇതേപോലെ കുറച്ച് പച്ചമുളക്, ഉള്ളിയും എല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക, ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം. അപ്പൊ പിന്നീട് ഇതിലേക്ക് ചെയ്യേണ്ട ഒരല്പം കുരുമുളക് പൊടി ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിന്റെ മേൽ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടണം. അപ്പൊ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് വെറുതെ നോക്കിയിരിക്കരുത് കേട്ടോ. ഇതേപോലെ ഒരു സ്പൂൺ എടുത്ത് മുഴുവൻ സൈഡായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പം ഇത് ആവി കിടന്നൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഒരല്പം വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി മേളിൽ ചെറുതായിട്ട് വീണ്ടും ഒരു ഡെക്കറേഷൻ കൊടുക്കുക. ഇതേപോലെ സവാള വീണ്ടും ഇതിന്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് അതേപോലെ ഒരല്പം കുരുമുളക് പൊടി, അപ്പൊ ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പൊ നമ്മൾ മുട്ട നല്ലതുപോലെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിടുന്ന ഇച്ചിരി സാഹസിക പരിപാടി കേട്ടോ. അപ്പൊ സൂക്ഷിച്ച് തന്നെ ചെയ്യുക. അപ്പൊ ഇതേപോലെ തിരിച്ചിട്ട് ഇനി അതൊരു 2 മിനിറ്റോട് ഇതിനകത്ത് ആവി കിടന്നൊന്ന് വേവണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പഫി ഓംലെറ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന പരിപാടിയില്ലേ. അപ്പം ടേസ്റ്റിങ്ങിനായിട്ട് നമ്മുടെ 2 കസിൻസ്, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് കൊടുത്തു നോക്കാം. വാ, ഇതെടുത്ത് കഴിച്ചേ. നീ ഇതെടുത്ത് കഴിക്കും. മറ്റേ കൈ കൊണ്ടല്ലേ കഴിക്കണ്ടേ? ഈ കൈ കൊണ്ട്, വലത്തെ കൈ കൊണ്ട് കഴിച്ചു. അത് മുഴുവൻ എടുക്കടാ. അത് എരിവിച്ചിരി കൂടുതലേ അല്ലേ? അത് കുഴപ്പമില്ല, കഴിച്ചേ. കൊള്ളോ? ഓക്കെ. അപ്പൊ നോക്കി, നമ്മുടെ പഫി ഓംലെറ്റ് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി എരിവ് കൂടി പോയിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ ഇച്ചിരി എരിവ് കൂടിയിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ആദ്യം ടേസ്റ്റ് നോക്കിയായിരുന്നു. അപ്പൊ അടിപൊളിയായിരുന്നു. അപ്പൊ ഇത് എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ശരി, ബൈ.